ഡിയർ സ്റ്റുഡൻസ്, ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക് ബാങ്കിങ്ങും കൺവെൻഷണൽ ബാങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് ഇസ്ലാമിക് ബാങ്കിങ്. ഫസ്റ്റ് വൺ, ഇസ്ലാമിക് ബാങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ ഷെരിയ പ്രിൻസിപ്പിൾസ്. ഇസ്ലാമിക മതനിയമങ്ങളുടെ ബേസിലാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിൽ എന്തൊക്കെയാണോ അലൗഡ് ആയിട്ടുള്ളത് അത് അലൗ ചെയ്യുകയും ഇസ്ലാമിൽ എന്തൊക്കെയാണോ നിരോധിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് ഇസ്ലാമിക് ബാങ്കിങ്. കൺവെൻഷണൽ ബാങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ മാൻമെയ്ഡ് പ്രിൻസിപ്പിൾസ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതായത് ഹ്യൂമൻ ബീയിങ്സ് ആണ് കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അവിടെ റിലീജിയന് യാതൊരുവിധ ഇമ്പോർട്ടൻസും അവിടെ കൊടുക്കുന്നില്ല. ഹ്യൂമൻ ബീയിങ്സ് കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇൻ ഇസ്ലാമിക് ബാങ്കിങ് ദർ ഈസ് ആബ്സെൻസ് ഓഫ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ്. ഇസ്ലാമിക് ബാങ്കിങ്ങും കൺവെൻഷണൽ ബാങ്കിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇല്ല. ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു എലമെൻറ്റ് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. ഇൻ കൺവെൻഷണൽ ബാങ്കിങ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഈസ് ദർ. പക്ഷേ കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തും ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, അവോയ്ഡൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് ഓപ്പറേഷൻ, ദറ്റ് ഈസ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളൊരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം ഇൻട്രസ്റ്റ് എന്നുള്ള എലമെൻറ്റ് വരുന്നതോടുകൂടി പല ആളുകളും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം എക്സ്പ്ലോയിറ്റേഷൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് ബാങ്കിങ് വന്നത്. പക്ഷേ കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ദി ബേസിക് ഫങ്ഷൻ ഈസ് ടു മേക്ക് മണി ബൈ ഗിവിങ് ലോൺ ഓൺ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റോട് കൂടി ലോൺ കൊടുക്കുകയും അതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഫോർത്ത് വൺ, അവോയ്ഡൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടം. നമ്മൾ കയ്യിലില്ലാത്ത പ്രോപ്പർട്ടിയുടെ ബേസിൽ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്തുക, അങ്ങനെയുള്ള ഒരു ഊഹത്തിൻ്റെ മുകളിൽ നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസ് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ അലൗഡ് അല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയറുമായിട്ടുള്ള ഡീലിങ്സ്. ചില ഷെയറുകൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ അലൗഡ് ആണ്, എങ്കിലും കോമൺ ആയിട്ട് നമ്മളിന്ന് കൺവെൻഷണൽ രീതിയിൽ ഡീൽ ചെയ്യുന്ന പല ഷെയറുകളും ഇസ്ലാമിക് ബാങ്കിങ്ങിൽ അലൗഡ് അല്ല. അതായത് ഷെയർ മാർക്കറ്റിൽ കാര്യമായിട്ട് നടക്കുന്നത് സ്പെക്കുലേഷനാണ്. ഷെയറിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് നമ്മൾ വാങ്ങുകയും കൂടുന്ന സമയത്ത് നമ്മൾ വിൽക്കുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെക്കുലേഷൻ, ഊഹത്തിൻ്റെ ബേസിലാണ് നമ്മളവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അത്തരം സംഭവങ്ങൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അവിടെ സ്പെക്കുലേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. ഫിഫ്ത്ത് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇസ്ലാമിക് ടാക്സ്. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഇസ്ലാമിക് ടാക്സ് അഥവാ സക്കാത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് നിലവിലുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതപ്രകാരം ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിന്, ആനുവൽ ഇൻകത്തിൻ്റെ 2.5% അയാൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ കമ്പൽസറിയാണ്. പക്ഷെ കൺവെൻഷണൽ ബാങ്കിങ്ങിൽ അങ്ങനെയുള്ള യാതൊരുവിധ ടാക്സും ഇല്ല. നെക്സ്റ്റ് വൺ, ഹറാം ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ ഇസ്ലാമിക് ബാങ്കിങ്. ഇസ്ലാം മതത്തിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ചില ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അത്തരം ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ഡീൽ ചെയ്യുന്നത് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിട്ടുള്ള ഡീലിങ്സ് ഇസ്ലാമിൽ പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രോഡക്റ്റുകളായിട്ട് ഡീൽ ചെയ്യുന്നത് ഇസ്ലാമിക് ബാങ്കിങ്ങിൽ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ അങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല.
നെക്സ്റ്റ് വൺ, പെനാൽറ്റി ചാർജ്ഡ് ഓൺ ഡിഫോൾട്ട് ഈസ് ഗിവൺ ടു വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ലോണ് തിരിച്ചടയ്ക്കേണ്ട സമയത്ത് തിരിച്ചടക്കാത്ത പക്ഷം ഒരു പെനാൽറ്റി കസ്റ്റമറുടെ മേലിൽ ചാർജ് ചെയ്യും. അപ്പം ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുന്ന ഫൈന് ബാങ്ക് അല്ല എടുക്കുന്നത്, ആ ഒരു സൊസൈറ്റിയിലെ വീക്കർ കമ്മ്യൂണിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ഡിഫോൾട്ട് വരുത്തുന്ന പാർട്ടിയുടെ മേലിൽ ചാർജ് ചെയ്യപ്പെടുന്ന ഫൈന് ബാങ്ക് തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ, കൺസേൺസ് ദി വയബിലിറ്റി ഓഫ് ദി പ്രോജക്റ്റ് വെൻ ഇൻവെസ്റ്റിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ്. നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോണ് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ബാങ്കിൽ ഇൻഫോം ചെയ്യണം. കൺവെൻഷണൽ ബാങ്ക്സ് കൺസേൺ ദി കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് വർത്തിനെസ് വെൻ ഗിവിംഗ് ലോൺസ്. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ലോണ് കൊടുക്കുന്ന ക്ലയൻറ്റിന് അത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഈ ഒരു കൊടുക്കുന്ന എമൗണ്ട് അയാൾ ഏത് ടൈപ്പ് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നോ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതോ കൺവെൻഷണൽ ബാങ്ക് അന്വേഷിക്കാറില്ല. ലാസ്റ്റ് വൺ, ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഇൻ ദി ഫോം ഓഫ് പാർട്ട്ണർ, ട്രേഡർ ഓർ ഇൻവെസ്റ്റർ. ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ഒന്നുകിൽ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്നുള്ള രീതിയിലാവാം. അതായത് ഒരു പാർട്ടി ബയ്യർ, മറ്റൊരു പാർട്ടി സെല്ലർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാവാം. ഇൻ കൺവെൻഷണൽ ബാങ്കിങ് ദി ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് ഇൻ ദി ഫോം ഓഫ് ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെപ്റ്റർ എന്നുള്ള രീതിയിലാണ്. ഡെപ്പോസിറ്റിൻ്റെ കേസിലാണെങ്കിൽ ക്ലയൻറ്റ് ക്രെഡിറ്ററും ബാങ്ക് ഡെപ്റ്ററും ആയിരിക്കും. ലോൺ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ബാങ്ക് ക്രെഡിറ്റർ ആയിരിക്കും, അതുപോലെ ക്ലയൻറ്റ് ഡെപ്റ്ററും ആയിരിക്കും. ഇത്രയാണ് ഇസ്ലാമിക് ബാങ്കിങ്ങും കൺവെൻഷണൽ ബാങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്.